ശരാശരിയിൽ നിന്നുള്ള ഒരു അടിപൊളി ചോദ്യം. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163, 160, 161, 162 എന്നിങ്ങനെയാണ്. അഞ്ചാമത്തെ ആളുടെ ഉയരം. ആദ്യം നമുക്ക് ഇതിന്റെ ലോജിക്ക് ഒന്ന് നോക്കാം. നമ്മൾ 5 പേരുടെ ആകെ ഉയരം കാണുന്നു, പിന്നീട് 4 പേരുടെ ആകെ ഉയരം കാണുന്നു. 5 പേരുടെ ആകെ ഉയരത്തിൽ നിന്ന് 4 പേരുടെ ആകെ ഉയരം കുറച്ചാൽ അഞ്ചാമന്റെ ഉയരം കിട്ടുന്നു. സോ ആദ്യം നമുക്ക് 5 പേരുടെ ശരാശരി ഉയരം 160, അതിൽ നിന്ന് നമുക്ക് തുക കാണാം. തുക കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ മതി. അതായത് ശരാശരി 160 ഇൻറ്റു 5 ചെയ്താൽ മതി. ഓക്കെ ആണ്. 160നെ 5 കൊണ്ട് ഗുണിക്കണം. നമുക്ക് ആദ്യം 10 കൊണ്ട് ഗുണിക്കാം, എന്നിട്ട് അതിന്റെ പകുതി എടുത്താലും മതി. അപ്പൊ 160നെ 10 കൊണ്ട് ഗുണിച്ചാൽ 1600 അതിന്റെ പകുതി എടുക്കുമ്പോൾ 800. സോ 5 പേരുടെ ആകെ ഉയരം 800 സെന്റിമീറ്റർ. ഇനി അടുത്തത് 4 പേരുടെ ആകെ ഉയരം കിട്ടാൻ നമ്മൾ 163 പ്ലസ് 160 പ്ലസ് 161 പ്ലസ് 162 കൂട്ടണം അല്ലെ. നമുക്ക് കൂട്ടി നോക്കാം. ഇവിടെ 3ഉം 0ഉം 1ഉം കൂട്ടുമ്പോൾ 4 4ഉം 2ഉം 6 ഓക്കെയാണ്. ബാക്കി 6ഉം 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 6 4 24 ബാക്കി 2 ഉണ്ട്. ആ 2ഉം ഈ 1 3, 3 1 4, 4 1 5, 5 1 6. നമുക്ക് 4 പേരുടെ ഉയരം 646 സെന്റിമീറ്റർ. അഞ്ചാമന്റെ ഉയരം കിട്ടാൻ 800ൽ നിന്ന് 646 കുറച്ചാ മതി. ഓക്കെയാണ്. ഞാൻ 646നോട് എത്ര കൂട്ടിയാൽ 800 കിട്ടുന്നെന്ന് ആലോചിച്ച് നോക്കുകയാണ്. 646നോട് ഒരു 4 കൂട്ടിയാൽ 650. ക്ലിയർ ആണ്. 650നോട് ഒരു 150 കൂട്ടിയാൽ 800 അല്ലെ. 650നോട് ആദ്യം 50 കൂട്ടിയാൽ 700, പിന്നെ 100 കൂട്ടിയാൽ 800. അപ്പൊ നമുക്ക് 150. വ്യത്യാസം 154. സോ അഞ്ചാമന്റെ ഉയരം എത്രയാണ്? 154 സെന്റിമീറ്റർ ആണ്.